ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. ഇന്ന് ഞാൻ RB അസിസ്റ്റൻറ്റ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത ടോപ്പ് 5 മോക്സ്, അതായത് ഞാൻ ടോട്ടലി 5 മോക്സാണ് 2026 ചെയ്തിട്ടുള്ളത്. ആ 5 മോക്സിൻ്റെയും മാർക്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ അപ്ഡേറ്റ്സും അതുപോലെ നമ്മൾക്കൊരു CA ഡിസ്കഷൻ ഗ്രൂപ്പ്സൊക്കെ ഉണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ CA പഠനമൊക്കെ കുറേ കൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. സോ അപ്പോൾ RB അസിസ്റ്റൻ്റ് പ്രിലിംസ് എന്ന് പറയുന്നത് April 11 വരുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി 1 മോക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് RBI മെയിൻസിന് വേണ്ടിയിട്ടാണ്. അതായത് മെയിൻസിലെ ക്വാൺസും റീസണിങ്ങും അതുപോലെ കമ്പ്യൂട്ടറും അതും കൂടി ഈ കൂടെ തന്നെ നോക്കി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡേയിൽ ക്വാൺസ്, അടുത്ത ഡേ റീസണിങ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ അവയർനെസ്സും ജനറൽ അവയർനെസ്സും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ RB അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിൻ്റെ മോക്ക് സ്കോഴ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ടോട്ടൽ 5 മോക്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് 5th മോക്ക് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ എടുത്തതാണ്. ഇന്ന് അത് ചെയ്തപ്പോൾ ഞാൻ റീസണിങ് സെഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് കുറച്ച് ചെയ്തിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തു പോയായിരുന്നു. ബാക്കി 4 ഞാൻ ജെനുവിനായിട്ട് ചെയ്ത മോക്സാണ്. അപ്പോൾ ഫസ്റ്റ് മോക്കിൻ്റെ സ്കോഴ്സ് ഞാൻ കാണിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ 99 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ 94 ആണ് കറക്റ്റ് ആയത്. സ്കോറ് 92.75ഉം ദെൻ പേഴ്സൻറ്റൈൽ 97.98ഉം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് മോക്ക് RB അസിസ്റ്റൻ്റ് ചെയ്തത്. അതുപോലെ തന്നെ 2023 എക്സാം മോക്സും അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അതും ചെയ്യാറുണ്ട്. അത് മീൻസിൻ്റെ വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാണിക്കാം. ദെൻ അടുത്ത മോക്ക് നമ്പർ 2 എന്ന് പറയുന്നത് കുറച്ചൊരു മാർക്സ് കുറവാണ്. 84 ആകെ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ. ദെൻ 74 ആണ് സ്കോർ വന്നിട്ടുണ്ടായിരുന്നത്. അത് അപ്രോച്ച് ചെയ്ത ടൈമിൽ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഞാൻ ചെയ്ത രീതികളൊന്നും ശരിയല്ലായിരുന്നു, എന്തോ സംതിങ് അതിൻ്റെ ഇടയിൽ പറ്റിപ്പോയി. അങ്ങനെയാണ് എനിക്ക് അത്രയും മാർക്സ് ഡൗൺ ആയി പോയത്. സോ 52% മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഇതും കൂടെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ മോക്സൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മൈൻഡ് ശരിയല്ല എങ്കിൽ, അതായത് നമ്മളുടെ മനസ്സിലോട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ മോക്കൊക്കെ അത്രമേൽ എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോയാൽ പോലും നമ്മുടെ മോക്ക് സ്കോറിനെ അത് ബാധിക്കും. ഓക്കെ, അങ്ങനെ എനിക്ക് പറ്റിയതാണ് ഈ ഒരു മോക്ക്. ദെൻ അടുത്തത് തേർഡ് മോക്ക് ടെസ്റ്റ് കാണിക്കാം. തേർഡ് മോക്ക് ടെസ്റ്റിൽ ഞാൻ 100 അറ്റംപ്റ്റ് ചെയ്തു. എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 91 പോയിൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽഡ് അനാലിസിസ് നോക്കുവാണെങ്കിൽ 93 കറക്റ്റായി, 7 ഇൻകറക്റ്റ് വന്നു. ഓക്കെ, അതിൽ ഇംഗ്ലീഷാണ് തെറ്റിയിട്ടുണ്ടായിരുന്നു. 5 ഇംഗ്ലീഷിൽ തെറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ ന്യൂമറിക്കൽ 1, റീസണിങ്ങിൽ 1. ഓക്കെ, പേഴ്സൻറ്റൈൽ 93.47 ആയിരുന്നു പേഴ്സൻറ്റൈൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് മോക്ക് കാണിക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, ദെൻ ഫോർത്ത് മോക്കിലോട്ട് വന്ന 98 അറ്റംപ്റ്റ് ചെയ്തു. 94 കറക്റ്റായി, 4 ഇൻകറക്റ്റ് വന്നു. 93 ആണ് സ്കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അതിലും ഇംഗ്ലീഷിനാണ് 26 കറക്റ്റായി, 4 ഇൻകറക്റ്റ് വന്നു. ദെൻ ക്വാൺസും റീസണിങ്ങും ചെയ്തത് കറക്റ്റായി. പേഴ്സൻറ്റൈൽ 97.85 ആയിരുന്നു പേഴ്സൻറ്റൈൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് മോക്ക് നമ്പർ 4. ഓക്കെ, ദെൻ ഫിഫ്ത്ത് മോക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റീസണിങ് മൊത്തം ചെയ്തില്ലായിരുന്നു. ആകെ 10 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് മൈൻഡ് ശരിയായി വന്നില്ല. അതുകൊണ്ട് എനിക്ക് ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷിന് 25 കറക്റ്റ് വന്നു, 5 ഇൻകറക്റ്റ് വന്നു. ദെൻ ക്വാൺസിൽ 27 ചെയ്തുള്ളൂ. അപ്പോൾ മുതൽ എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. പിന്നെ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ദെൻ 68 അറ്റംപ്റ്റ് ചെയ്തു. ദെൻ 61 കറക്റ്റായി, 7 ഇൻകറക്റ്റ് വന്നു. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഗൈഡ്ലിയിലെ മോക്ക് തന്നെ ആ ഒരു ലെവലാണോ എക്സാം ലെവൽ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, ഗൈഡ്ലിയിൽ എപ്പോഴും നമ്മളുടെ എക്സാമിനേക്കാൾ ഒരു പടി മേലെയാണ് ലെവൽ നിൽക്കാറുള്ളത്. ഉറപ്പായിട്ടും എക്സാമിന് ഈ ഒരു ലെവലിനേക്കാൾ താഴെയായിരിക്കും, വളരെ സിമ്പിളായിട്ടുള്ള ലെവലായിരിക്കും RB അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി എന്താണ് ആ ഒരു എക്സാമിൻ്റെ ഒരു കുറച്ചൊരു മോഡറേറ്റ് ലെവലായി പോയെങ്കിൽ പോലും ഈ ഒരു എക്സാം ചെയ്തിട്ട്
പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ഈസിനെസ് ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഗൈഡിൽ തന്നെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാക്ടീസ് മോക്കോ ലിവ് ബോർഡിലും ഒക്കെ ലൈവ് ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഫോളോ ചെയ്യുന്നത് ഗൈഡിലെയാണ്. എൻ്റെ പ്രിപ്പറേഷൻ ഇത്രയും നാളായിട്ടും ഞാൻ റെഗുലറായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പ്ലാറ്റിനം മോക്ക് ടെസ്റ്റും. സോ നമ്മൾ കൊടുക്കുന്ന മണിക്ക് വർത്ത് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും മോക്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്കോഴ്സൊക്കെ എങ്ങനെ വരുന്നു, ഏതൊരു റേഞ്ചാണ് ആവറേജ് വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് പോകുന്നതെന്നും എന്തൊക്കെ സജഷൻസ് ആണ് പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളതെന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിലൊരു CA സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ചിലരൊക്കെ ആ ലൈവിൽ തന്നെ പറഞ്ഞു അത് ഇൻഫോർമേറ്റീവ് ആവുന്നില്ല എന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നു, ഇൻഫോർമേറ്റീവ് ആണ്, തുടരാവോ എന്ന് ചോദിച്ച് പേഴ്സണൽ മെസ്സേജസൊക്കെ വേറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഞാനത് കണ്ടിന്യൂ ചെയ്യണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയുക. ഞാൻ ജസ്റ്റ് അത് എൻ്റെ ഒരു എന്താണ് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് തന്നെ റീറ്റെയിൻ ചെയ്യാം എന്നും, അപ്പോൾ ഞാനത് പറയുന്നത് വഴി അടുത്ത ആൾക്കും കൂടെ അത് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നും കരുതിയാണ് അങ്ങനെ ഒരു ലൈവ് ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മൾ GA പഠിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിലുള്ള പഠിപ്പിക്കുന്ന ആ ഒരു പ്രൊഫഷണൽ രീതിയിലൊന്നും അല്ലായിരുന്നു ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ചിലർക്കൊന്നും അത് യൂസ്ഫുൾ ആയിട്ട് തോന്നാഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ ഇത്രയും ഉള്ളൂ. Thank you for watching. Bye bye.